ഹായ് ഫ്രണ്ട്സ്, നമ്മൾ LDC LGS എക്സാമുമായി ബന്ധപ്പെട്ട് SCRT ചാപ്റ്റേഴ്സ് അതിൻ്റെ ഒരു സീരീസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത് നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സസ്യലോകത്തെ അടുത്തറിയാം. ഇതെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ചോദ്യങ്ങൾ മത്സര പരീക്ഷയിൽ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സസ്യലോകത്തെ അടുത്തറിയാം. ഇവിടെ ഒരുപാട് സസ്യങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഒരുപാട് പച്ചക്കറികൾ അല്ലേ, ഉരുളക്കിഴങ്ങ്, മരച്ചീനി, പഴം, അതുപോലെ കുമ്പളങ്ങ, അതുപോലെ തന്നെ മൈസ, അതുപോലെ തന്നെ പല പല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇതായിട്ടുണ്ട്. നോക്ക് എന്താ ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കി. എല്ലാ സസ്യങ്ങളിലും ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങളുണ്ടോ? ചിത്രങ്ങൾ നോക്കൂ. കുരുമുളക്, ഗ്രാമ്പൂ, മഞ്ഞൾ, ഇഞ്ചി, ഏലം, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഔഷധങ്ങൾ തുടങ്ങിയ മറ്റു പല ആവശ്യങ്ങൾക്കും നാം സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അല്ലേ. നിത്യേന കാണാറുള്ള ആടലോടകം, കറിവേപ്പ്, ചെമ്പരത്തി, കുറുന്തോട്ടി, പനിക്കൂർക്ക, അരിവേപ്പ്, തൊട്ടാവാടി എന്നീ ചെടികളാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ചുറ്റുപാടിൽ നിന്ന് ഈ ചെടികളെ തിരിച്ചറിഞ്ഞ് ഇവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിനൊക്കെ ഓരോന്നിനും ഓരോ ഉപയോഗമുണ്ട് ഇല്ലേ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാ ജന്തുക്കളും ഭക്ഷണത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കാറുണ്ട് അല്ലേ. നമ്മളൊക്കെ ഭക്ഷണം നമ്മൾ ഈ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് ശരിയല്ലേ. അപ്പോൾ നമ്മളെ എല്ലാം തീറ്റിപ്പോറ്റുന്ന സസ്യങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത് എങ്ങനെയാണ്? അതാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക? സസ്യങ്ങൾ വേരുകളിലൂടെ, ഇപ്പോൾ സസ്യങ്ങൾ നോക്കുക, സസ്യങ്ങൾ വേരുകളിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് ഇല്ലേ. ഈ വെള്ളത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇലകളിൽ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകവും സസ്യങ്ങൾ, ഇപ്പോൾ ഇതിലൂടെ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ആസിരന്ധ്രം എന്ന് പറയുന്നതിലൂടെ എന്താണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ്, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നുണ്ട് എന്ന വാതകം സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഇലകളിൽ വെച്ചാണ് ആഹാരം നിർമ്മിക്കപ്പെടുന്നത്. ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തു സഹായവും സൂര്യപ്രകാശവും വേണം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ്. പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട് ഗ്ലൂക്കോസ്. ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായി മാറുന്നു. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങളെ സ്വപോഷികൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഒന്നുമില്ല, ഓക്കെ, പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഈ ജലം അതുപോലെ തന്നെ ലവണങ്ങളൊക്കെ ഈ റൂട്ടിലൂടെ വലിച്ചെടുത്ത് എന്തുണ്ടാക്കുന്നു? സസ്യങ്ങൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ഓക്കെ, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമാണ് ഗ്ലൂക്കോസ്. അതിനോടൊപ്പം തന്നെ ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പകൽ സമയത്താണ് നടക്കുന്നത്. ഇതോടൊപ്പം ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തു വിടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടായ ഓക്സിജൻ പിന്നീട് അന്നജമായി മാറുന്നു. അപ്പോൾ ഇവിടെ നോക്ക്, എന്താ അതിൻ്റെ പ്രോസസ്സ്? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ജലം. കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു, ജലം ഉള്ളുന്ന ഈ മണ്ണിലൂടെ കിട്ടുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ജലം, സൂര്യപ്രകാശം പ്ലസ് ഹരിതകം എന്ന് പറഞ്ഞാൽ ക്ലോറോഫിൽ. എന്താ കിട്ടുക? ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ശരിയല്ലേ. അപ്പോൾ ഇതാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്നാണ് ഗ്ലൂക്കോസ്. അത് പിന്നീട് അന്നജമായിട്ട് മാറുന്നുണ്ട്. പിന്നെ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്. സസ്യങ്ങൾക്ക് എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നത്? ഈ പ്രവർത്തനം ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാണ് ആസിരന്ധ്രം എന്ന് പറയുന്ന സംഗതി. ആസിരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഓക്കെ, എവിടെ ഇലകൾ അതുപോലുള്ളൊരു സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസിരന്ധ്രം എന്ന് പറയുന്നൊരു ചെറിയ ഗ്യാപ്പുണ്ട്. അതിലൂടെയാണ് ഈ വാതകങ്ങൾ ഉള്ളിലേക്കും പുറത്തേക്കും കടത്തിവിടുന്നത്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും, കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ വെള്ളം, സൂര്യപ്രകാശം പ്ലസ് ക്ലോറോഫിൽ, നമുക്ക് എന്താ കിട്ടുക? ഗ്ലൂക്കോസ് പ്ലസ് എന്താണ് ഓക്സിജൻ. ഓക്സിജൻ ഓർത്തിരിക്കുക. ഇനി എന്താണ് ആസിരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു ശരിയല്ലേ. അപ്പോൾ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് CO2 ആണ് ഉള്ളിലേക്ക് എടുക്കുക, ഓക്സിജനാണ് പുറത്തേക്ക് വിടുക. ഈ വാതക വിനിമയം നടക്കുന്ന ഇലകളിൽ ചെറിയ ചില സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളാണ് ആസിരന്ധ്രങ്ങൾ എന്നറിയപ്പെടുന്നത്. സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ് അത് പുറത്തേക്ക് പോവുക. അപ്പോൾ നോക്ക്, അപ്പോൾ മനസ്സിലായി. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ചുറ്റുമുള്ള സസ്യങ്ങൾ തിരിച്ചു നോക്കൂ. സസ്യങ്ങളുടെ ഏത് ഭാഗത്താണ് സൂര്യപ്രകാശം കൂടുതൽ പതിക്കുന്നത്? സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന തരത്തിലാണോ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത്? ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു നിരീക്ഷണം ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇനി ക്ലോറോഫിൽ എന്തായി? ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ഓക്കെ, സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഈ ഹരിതകമാണ്. അപ്പോൾ ഈ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്നത് ഈ ഇലകളിലെ അല്ലെങ്കിൽ കാണുന്ന ഈ ഹരിതകം എന്ന് പറയുന്ന ക്ലോറോഫിൽ എന്ന് പറയുന്ന ഈ ഹരിതകമാണ്. ഈ ആഹാര
നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്നത്. ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. ഓക്കെ, ചുവന്ന ചീരയിൽ ഹരിതകമുണ്ടോ? എല്ലാ ഇലകളിലും പച്ച നിറമാണോ? കൂട്ടുകാർ ചുവന്ന ചീര കണ്ടിട്ടില്ലേ? അപ്പോൾ എന്താണ്, പല 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 നിറത്തിലുള്ള ഇലകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിലുള്ള ഈ പിഗ്മെൻറ്റ്സ് മാറ്റമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്നതാണ് ഹരിതകം. ഓർത്തിരിക്കുക, പോയിൻ്റാണ്. അടുത്ത് എന്താ പറയാനുള്ളത്? പല നിറങ്ങൾ. നോക്കുക, ഈ ചിത്രത്തിൽ കാണുമ്പോൾ ഈ ഇലകൾക്കൊക്കെ പല പല നിറങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അതിനനുസരിച്ച് ചിത്രം നോക്കൂ. ഹരിതകമല്ലാത്ത വർണ്ണങ്ങളും സസ്യങ്ങളുണ്ട്. ഇതുകൊണ്ടാണ് സാന്തോഫിൽ എന്ന വർണ്ണകമുള്ള ഇലകളെ മഞ്ഞ നിറത്തിലും സാന്തോഫിൽ. അപ്പോൾ സാന്തോഫിൽ എന്ന് പറയുന്ന വർണ്ണകം, ഓക്കെ, എന്ത് കളറാണ് കൊടുക്കുക? സാന്തോഫിലെ മഞ്ഞ നിറം കൊടുക്കുക. ഓക്കെ, സാന്തോഫിൽ എന്താ കൊടുക്കുക? സാന്തോഫിൽ എന്ന വർണ്ണകമുള്ള ഇലകൾ മഞ്ഞ നിറത്തിലും കരോട്ടിൻ ഉള്ളവ ഓറഞ്ചും മഞ്ഞയും ഇടകലർന്ന നിറം, എന്താണ്, ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിലും കാണപ്പെടുന്നു കരോട്ടിൻ. ഇനി ആന്തോസയാനിൻ എന്ന് പറയുന്നത് റെഡ് കളറാണ് കൊടുക്കുക. ഓക്കെ, ആന്തോസയാനിൻ എന്ന വർഗ്ഗമുള്ള ഇലകൾ ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നു. ചുവപ്പ് കൊടുക്കുക. ഓക്കെ, ഇനി അപ്പോൾ സാന്തോഫിൽ എന്ന് പറയുന്ന സംഗതി മഞ്ഞ നിറം. ഓക്കെ, സാന്തോഫിൽ. ഓക്കെ, കരോട്ടിൻ എന്ന് പറയുന്ന സംഗതി മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറം. അതുപോലെ തന്നെ ആന്തോസയാനിൻ റെഡ്. ആന്തോസയാനിൻ റെഡാണ്. റെഡ്. ഓക്കെ, ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നു. ചെമ്പരത്തി പൂവ് ചുവന്നിരിക്കാനും സൂര്യകാന്തി പൂവ് മഞ്ഞയാകാനുള്ള കാരണം വിശദീകരിച്ച് ചിത്രം ഒന്ന് എഴുതി നോക്കൂ. അപ്പോൾ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്ന വർണ്ണകങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നതാണ് വർണ്ണങ്ങളാണ്. അപ്പോൾ പലതരത്തിൽ ക്ലോറോഫിൽ എന്ന് പറയുന്നത് പച്ച കളറാണ്. പിന്നെ എന്താണ്, സാന്തോഫിൽ മഞ്ഞ കളറാണ്. കരോട്ടിൻ മഞ്ഞയും ഓറഞ്ചും കലർന്ന കളറാണ്. ദെൻ ആന്തോസയാനിൻ റെഡാണ്. ആന്തോസയാനിൻ റെഡാണ്, ചുവപ്പാണ്. ഓർത്തിരിക്കുന്നതൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. 1 മാർക്ക് ചോദ്യം PSC. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി എന്താ പറയാനുള്ളത്? വീടിനുള്ളിൽ ചെടി വളർത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ. ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ചെടി വളർത്തിയാൽ അത് മോശമാണെന്ന് പറയുന്നത് എന്താ കാര്യം? ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന സംഗതി പ്രോസസ് നടക്കുന്നത് പകൽ സമയങ്ങളിലാണ്. അപ്പോൾ പകൽ സമയത്ത് അന്തരീക്ഷ CO2 എടുത്ത് ഓക്സിജൻ പുറത്തു വിടുന്നുണ്ട്. ഇത് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. എന്നാൽ രാത്രി എന്താ നടക്കുക? രാത്രി കാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുമോ? ഇല്ല. ആ സമയത്ത് സസ്യങ്ങളും ശ്വസിക്കുമ്പോൾ എന്താ വലിക്കുക? സസ്യങ്ങൾക്ക് ശ്വസിക്കുമ്പോൾ ഓക്സിജൻ വേണം. സസ്യങ്ങൾ ഉള്ളിലേക്ക് എന്താ എടുക്കുക? ഓക്സിജനാണ്. CO2 പുറത്തേക്ക് വിടും. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഈ നമ്മുടെ റൂമിൽ ഇതുപോലെ ചെടികളൊക്കെ വയ്ക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവർ നമ്മളെപ്പോലെ തന്നെ O2 വലിച്ചെടുക്കുന്നു, CO2 പുറത്തേക്ക് വിടുന്നു. അപ്പോൾ അവിടെ ഓക്സിജൻ്റെ ഒരു അപര്യാപ്തത വരും. വരുന്ന സമയത്ത് നമുക്കത് ഒരു ശ്വാസതടസ്സം പോലെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തത് കൊണ്ട് O2 ആര് വിടില്ല? O2നെ ആര് റിലീസ് ചെയ്യില്ല? ഈ സസ്യങ്ങൾ റിലീസ് ചെയ്യില്ല. നേരെ മറിച്ച് അവർ ഓക്സിജൻ അവരുടെ ശ്വസനത്തിന് വേണ്ടിയിട്ട് ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് അപ്പുറത്തേക്ക് വിടുക. ഓർത്തിരിക്കുക. ഓക്കെ, ഇനി എന്താ പറയുന്നത്? അപ്പോൾ പ്രകാശ സംശ്ലേഷണവും ശ്വസനവും. അപ്പോൾ ഇവിടെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ. ഇതാണ് ശ്വസനത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിട്ട് ഓക്സിജൻ പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യുക? പ്രകാശ സംശ്ലേഷണ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് സസ്യങ്ങൾ എന്താ ചെയ്യുക? സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നു, ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു അന്തരീക്ഷത്തിലേക്ക്. എന്നാൽ ശ്വസന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ശ്വസന സമയത്ത് നമ്മളും ഈ മരങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിട്ടിട്ട് ഓക്സിജനാണ് എടുക്കുക. അപ്പോൾ രണ്ടോടത്തും ശ്വസനം എന്ന് പറയുന്ന പ്രക്രിയയിൽ മനുഷ്യനാണെങ്കിലും ചെടികളാണെങ്കിലും ഒക്കെ എന്താണ്? ഓക്സിജനെ എടുത്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുക ചെയ്യുക. ഓർത്തിരിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യും. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളിലും പകലും രാത്രിയും ശ്വസിക്കുന്നു. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് രാത്രി ഈ ചെടികളൊന്നും റൂമിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം. അവർ ഓക്സിജൻ എടുക്കുക, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുക ചെയ്യുക. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എമൗണ്ട് നമ്മുടെ റൂമിൽ കൂടും. ഓർത്തിരിക്കുക. ഇനി സാന്തോഫിൽ മഞ്ഞ നിറം. ഓക്കെ, അതുപോലെ തന്നെ സാന്തോഫിൽ മഞ്ഞ നിറം, കരോട്ടിൻ മഞ്ഞയും ഓറഞ്ച് കറന്ന നിറം, അതുപോലെ തന്നെ ആന്തോസയാനിൻ റെഡ് കേട്ടോ, റെഡ്. ഓർത്തിരിക്കുക. ഇനി നമ്മുടെ പ്രദേശത്ത് സാധാരണ കണ്ടുവരുന്ന ഓർക്കിഡുകളാണ് മരവാഴ. ഇത് നോക്കൂ, അതിൻ്റെ തടിച്ച വേരുകൾ ശ്രദ്ധിക്കൂ. ഈ വേരുകൾ ചില പ്രത്യേകതയുണ്ട്. അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാൻ ഇവയ്ക്ക് കഴിയും. അതുകൊണ്ട് മണ്ണിലെങ്കിലും ഇവയ്ക്ക് വളരാൻ കഴിയും. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നതിനെ പറയുന്നത് എപ്പിഫൈറ്റ്സ്. എന്താ പറയുക? എപ്പിഫൈറ്റ്സ്. അതിനെ പറയുന്നവരാണ് പരാത സസ്യങ്ങളൊക്കെ. അപ്പോൾ പൂർണ്ണ പരാതമുണ്ട്, അർദ്ധപരാതമുണ്ട്. ഓക്കെ, അർദ്ധപരാതത്തിന് ഉദാഹരണമാണ് ഏത്? ഇത്തിൽക്കണ്ണി എന്ന് പറയുന്നത് അർദ്ധപരാതത്തിന് ഉദാഹരണമാണ്. ഇത്തിൽക്കണ്ണി എന്ന് പറയുന്നത് ഇത്തിൽക്കണ്ണി.
ഓക്കെ, ഇത്തിൽക്കണ്ണി ഏതാണ്? ഇത്തിൽക്കണ്ണി എന്ന് പറഞ്ഞാൽ അർദ്ധപരാതം. ഓക്കെ, ഇത്തിൽക്കണ്ണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണമാണ്? അർദ്ധപരാതത്തിന് ഉദാഹരണമാണിത്. ഏത്? ഇത്തിൽക്കണ്ണി എന്ന് പറഞ്ഞാൽ പൂർണ്ണപരാതത്തിന് ഉദാഹരണമാണിത് മൂടില്ലാത്താളി. ഓക്കെ, മൂടില്ലാത്താളി. ഓക്കെ, അപ്പോൾ നമുക്ക് ചെടിയിൽ അപ്പോൾ എന്താണ് ഇത്തിൽക്കണ്ണി എന്ന് പറഞ്ഞാൽ അർദ്ധപരാതമാണ്. ഇത്തിൽക്കണ്ണി ഒക്കെ ഇലകളും വേരുകളും ഉണ്ടെങ്കിലും അവ അതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്നു. ചെടിയിൽ പടർന്നു കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം നിറഞ്ഞ ഇളം പച്ച നിറമുള്ള വള്ളിയാണ് മൂടില്ലാത്താളി. അത് പൂർണ്ണപരാതമാണ്. ഓക്കെ, ഇത് ഈ വള്ളി അത് വസിക്കുന്ന സസ്യത്തിന് എന്തെങ്കിലും ദോഷം ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമുക്കറിയാം, ഈ പരാതം എന്ന് പറഞ്ഞാൽ എപ്പിഫൈറ്റ്സ്, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതിന് എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് പരാത സസ്യങ്ങൾ അല്ലെങ്കിൽ പാരസൈറ്റ്സ് പ്ലാന്റ് എന്നൊക്കെ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാതം. ഉദാഹരണം ഏതാണ്? അതാണ് ഇത്തിൽക്കണ്ണിയാണ് അർദ്ധപരാതം. ഓക്കെ, ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാതം, ഇത്തിൽക്കണ്ണി. ആതിഥേയ സസ്യങ്ങളിൽ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുത്ത് സസ്യങ്ങളാണ് പൂർണ്ണപരാതം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എന്താണോ ആതിഥേയ സസ്യങ്ങൾ ഉണ്ടാക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കുന്നതാണ് എന്ത്? അതാണ് പൂർണ്ണപരാതം. മൂടില്ലാത്താളി. അർദ്ധപരാതവും പൂർണ്ണപരാതവും ആദ്യ സസ്യത്തിന് ദോഷം ചെയ്യുന്നു, ഓർത്തിരിക്കുക. ഇനി അപ്പോൾ അർദ്ധപരാതത്തിന് ഉദാഹരണം ഏതാണ്? ഇത്തിൽക്കണ്ണി. അത് വല്ലാതെ ഉപദ്രവിക്കില്ല. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും ഇത്തിൽക്കണ്ണി. എന്നാൽ പൂർണ്ണപരാതമായ മൂടില്ലാത്താളി എന്താ ചെയ്യുക? ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുത്ത സസ്യങ്ങളാണ് പൂർണ്ണപരാതങ്ങൾ. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ആ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നോക്ക്, ഈ ചിത്രം ശ്രദ്ധിച്ച് നോക്കൂ. ഇവ ജീർണിച്ച അവസ്ഥയിൽ നിന്ന് ഉണ്ടായ പോഷകഘടകങ്ങളാണ്. ഓക്കെ, ഇത്തരം സസ്യങ്ങളെ ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ചിത്രത്തിൽ നോക്കൂ, സസ്യങ്ങളെ നോക്കൂ. ഇവ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗ്രഹിച്ചു. അപ്പോൾ ജീർണിച്ച വസ്തുക്കളിൽ നിന്ന് പോഷകാഹാരങ്ങൾ വലിച്ചെടുക്കുകയാണ് ഇവ ചെയ്യുക. അതിനെ സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ ശവോപജീവികൾ എന്ന് പറയുന്നു. ഓക്കെ, പൂപ്പലുകൾ ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ഒരു കഷ്ണം റൊട്ടി നനച്ച് 2 ദിവസം വെച്ച് നോക്കൂ. ഒരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചെറിയ പൂപ്പൽ കാണാം അല്ലേ? ഇവിടെ എല്ലാം കാണുന്നു. അപ്പോൾ എന്താണ് ഇങ്ങനെ കാണുന്ന പൂപ്പലുകളാണ് ഈ സാപ്രോഫൈറ്റ്സ് ഉദാഹരണം. സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്ന സംഗതി. ഓക്കെ, ഇനി ആഹാരത്തിലും വാസ്തവത്തിനും വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട് ഇല്ലേ? ഇനി ഇവിടെ നോക്ക് പലതരം ഈ പ്രധാനങ്ങൾ, അതായത് ഇങ്ങനെ പടർന്നു പിടിക്കുന്ന സാധനങ്ങൾ. ഒരു പച്ചക്കറി തോട്ടം സന്ദർശിക്കും. അവിടെ ഏതെല്ലാം തരത്തിലുള്ള സസ്യങ്ങളുണ്ട്, അവയിൽ ഏതെല്ലാം സസ്യങ്ങളാണ് പിടിച്ചു കയറാനുള്ള സൗകര്യം ഒരുക്കുന്നത്, അതിനെയാണ് അതാണ് പ്രധാനങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനങ്ങൾ അല്ലെങ്കിൽ ടെൻഡ്രിൽസ് എന്ന് പറയും. ടെൻഡ്രിൽസ്. ഓക്കെ, നോക്ക്. അപ്പോൾ മറ്റു ചെടികൾ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളെ ആരോഹികൾ അല്ലെങ്കിൽ താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലെയുള്ള ഈ പ്രധാനങ്ങളാണ് ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കുരുമുളക്, പാവല്, പടവലം എന്നിവയെല്ലാം ടെൻഡ്രിൽസ് അല്ലെങ്കിൽ പ്രധാനങ്ങൾക്ക് ഉദാഹരണമാണ്. കുരുമുളക്, പടവലം, പാവല്, മേന്തോന്നി ഇതൊക്കെ പ്രധാനങ്ങളാണ് അല്ലെങ്കിൽ ടെൻഡ്രിൽസ് ആണ്. കുരുമുളകുണ്ട്, പടവലമുണ്ട്, പാവലുണ്ട്, മേന്തോന്നിയുണ്ട് അല്ലെങ്കിൽ ഗ്ലോറിയോസ് ഇതൊക്കെ പ്രധാനങ്ങളാണ് അല്ലെങ്കിൽ ടെൻഡ്രിൽസ് ആണ്. ഓർത്തിരിക്കുക. ഇനി അപ്പോൾ മധുരക്കിഴങ്ങിൻ്റെ ചെടി കണ്ടിട്ടില്ലേ? അത് ഒരു ദുർബല കാണ്ഡ സസ്യമാണ്. അവ എങ്ങനെയാണ് വളർന്നത്? അതിൽ പ്രധാനങ്ങളുണ്ടോ? ഇഴവള്ളികൾ, നിലത്ത് പടർന്ന് വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ. മധുരക്കിഴങ്ങ്, കൊടുങ്ങൽ, സ്ട്രോബെറി എന്നിവയെല്ലാം ഇഴവള്ളികളാണ്. ക്രീപ്പേഴ്സ് എന്ന് പറയും. ഇഴവള്ളികൾ അല്ലെങ്കിൽ ക്രീപ്പേഴ്സ്. ഇവയിൽ പ്രധാനങ്ങളോ വറ്റുവേരുകളോ ഇല്ല. അപ്പോൾ പ്രധാനങ്ങളോ വറ്റുവേരുകളോ ഉള്ള ഇഴവള്ളികളാണ് ഇതിലൊക്കെ ഈ ഒരു കൊടുങ്ങൽ, സ്ട്രോബെറി, അതുപോലെ മധുരക്കിഴങ്ങ്. കൊടുങ്ങൽ, സ്ട്രോബെറി, അതുപോലെ തന്നെ മധുരക്കിഴങ്ങൊക്കെ എന്താണ്? ക്രീപ്പേഴ്സ് ആണ് അല്ലെങ്കിൽ ഇഴവള്ളികളാണ്. നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ. അതല്ലെങ്കിൽ ക്രീപ്പേഴ്സ്. ഉദാഹരണം മധുരക്കിഴങ്ങ്, സ്ട്രോബെറി, കൊടുങ്ങലൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഓർത്തിരിക്കുക. ഇനി എന്താ പറയാനുള്ളത്? വേരിലെ വൈവിധ്യം, പേരാൽ അല്ലെങ്കിൽ ആറ്റുകൈത. താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. ജലവും ലവണവും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങു നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുന്നു. മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങുവേരുകൾ അല്ലെങ്കിൽ പൊയ്ക്കാൽ വേരുകൾ. പേരാലിൽ കാണുന്ന താങ്ങുവേരുകളാണ് ഇവ. മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുകയാണ്. എന്നാൽ കൈതയിലെ വേരുകൾ കണ്ടു നോക്കൂ. തണ്ടിൽ നിന്നാണ് വേരുകൾ താഴേക്ക് വളരുന്ന ഇത്തരം വേരുകളെ പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയുന്നു. അപ്പോൾ പേരാലിൽ കാണുന്ന താങ്ങുവേരുകളാണ്. താങ്ങുവേരുകളാണ് ഇവ. മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നു. എന്നാൽ കൈതയിലെ വേരുകൾ കാണുന്നു തണ്ടിൽ നിന്നാണ്. അതിനെ പൊയ്ക്കാൽ വേരുകൾ. പേരാലുള്ള താങ്ങ് വേരുകളാണ്. ഈ പേരാലിൽ കാണുന്ന താങ്ങ് വേരുകളാണ്. കൈതയിൽ കാണുന്ന എന്താണ്? അത് പൊയ്ക്കാൽ വേരുകളാണ്. ഇനി എന്താണ് ഈ കണ്ടൽ ചെടികൾ? മാംഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. അവയുടെ വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകളെ ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോ
പോസ് എന്നറിയപ്പെടുന്നു, ന്യൂമാറ്റോപോസ് എന്നറിയപ്പെടുന്നു, ന്യൂമാറ്റോപോസ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ശ്വസനവേരുകൾ, ശ്വസനവേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോപോസ്. അപ്പോൾ നമ്മൾ ശവോപജീവികൾ ഏതൊക്കെയാണ്? ശവോപജീവികൾ ഏതൊക്കെയാണ്? ഓക്കെ, നിയോട്ടിയ മോണോട്രോപ്പ. ഓക്കെ, ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് ഉദാഹരണമാണ് നിയോട്ടിയ മോണോട്രോപ്പ. നിയോട്ടിയ മോണോട്രോപ്പ എന്നറിയപ്പെടുന്നത്. ഇനി ടെൻഡിൽസിന് ഉദാഹരണം, ടെൻഡിൽസ് അല്ലെങ്കിൽ പ്രധാനങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? പ്രധാനങ്ങൾക്ക് ഉദാഹരണമാണ് പടവലം, അതുപോലെ തന്നെ കയപ്പ. ഓക്കെ, അതുപോലെ തന്നെ കയപ്പ, പടവലം, കയപ്പ, കുരുമുളക്, അതുപോലെ തന്നെ മെയിൻ തോന്നി. ഓക്കെ, അത് പ്രധാനങ്ങൾ. മറ്റു ചെടികൾ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇതൊക്കെ. ഈ പടവലം, അതുപോലെ തന്നെ ഈ നമ്മുടെ കുരുമുളക്, പാവൽ എന്ന് പറയുന്ന സംഗതി, അതുപോലെ തന്നെ പാവൽ എന്ന് പറയുന്ന സംഗതി, അതുപോലെ മെയിൻ തോന്നി എന്ന് പറയുന്ന സംഗതിയൊക്കെ ഇതിനുദാഹരണമാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി ഇഴവള്ളികൾ അല്ലെങ്കിൽ ക്രീപ്പേഴ്സ് ഉദാഹരണമാണ്. നിലത്തു പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ. ഓക്കെ, ഇഴവള്ളികൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇഴവള്ളികൾ. ഓക്കെ, ക്രീപ്പേഴ്സ് ഇഴവള്ളികൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? മധുരക്കിഴങ്ങ്, സ്ട്രോബെറി, അതുപോലെ തന്നെ കുടുങ്ങലൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഓക്കെ, ഓർത്തിരിക്കുക ഇഴവള്ളികളൊക്കെ. ഇനി പേരാൽ എന്ന സംഗതി, പേരാലിന് എന്താണ്? താങ്ങുവേരുകളുണ്ടാവുക, അതുപോലെ തന്നെ മറ്റേനെ പൊയ്ക്കാൽ വേരുകൾ. കണ്ടൽ ചെടികൾ എന്ന് പറഞ്ഞാൽ അതിന് ന്യൂമാറ്റോപോസ് എന്ന് പറഞ്ഞാൽ ശ്വസനവേരുകളുണ്ടാവുക, ശ്വസനവേരുകൾ. ഓക്കെ, ഇനി നോക്ക്, വേരിലാണ് ചിലത് ആഹാരം സംഭരിച്ച് വയ്ക്കുക, ചിലത് കാണ്ഡത്തിലാണ്. വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ച് വയ്ക്കുന്നത്. ഇങ്ങനെയുള്ള ആഹാരം സംഭരിച്ച് വയ്ക്കുന്ന വേരുകളെയാണ് സംഭരണ വേരുകൾ ഉദാഹരണം. അപ്പോൾ സംഭരണ വേരുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? സംഭരണ വേരുകളിൽ ഒക്കെ സൂക്ഷിക്കുന്ന ആരൊക്കെയാണ്? സംഭരണ വേരുകളിൽ ഈ ആഹാരം സൂക്ഷിക്കുന്ന ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? സംഭരണ വേരുകളിൽ മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, മരച്ചീനി, ബീട്രൂട്ട്. ഏതൊക്കെയാണ്? മരച്ചീനി. മരച്ചീനി, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, അതുപോലെ തന്നെ ബീട്രൂട്ട്. ഇതൊക്കെ എവിടെയുള്ള സംഭരണ വേരിലാണ് ഇവ ആഹാരം സ്വീകരിക്കുന്നത്. ഇതൊക്കെയാണ് മധുരക്കിഴങ്ങ്, മരച്ചീനി, ക്യാരറ്റ്, ബീട്രൂട്ട്. ഓർത്തിരിക്കുക. ഇനി ചിലത് കാണ്ഡങ്ങളിൽ, ഭൂകാണ്ഡങ്ങളിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല, രൂപാന്തരം പ്രാപിച്ച കാണ്ഡങ്ങളാണ് ഉരുളക്കിഴങ്ങ്. അപ്പോൾ മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളെയാണ് ഭൂകാണ്ഡങ്ങൾ എന്നറിയപ്പെടുന്നത്. ഭൂകാണ്ഡങ്ങൾ. ആ ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, മഞ്ഞൾ, അതുപോലെ തന്നെ ചേമ്പ്. ഇതൊക്കെ ഉദാഹരണമാണ്? ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഭക്ഷണം സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ച് സംഭരണ വേരുകളുണ്ട്, ഭൂകാണ്ഡങ്ങളുണ്ട്. സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് മരച്ചീനി, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്. മരച്ചീനി. ഇതൊക്കെ എന്താണ്? സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ്. എന്നാൽ അണ്ടർഗ്രൗണ്ട് സ്റ്റം അല്ലെങ്കിൽ ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? അത് ഏതൊക്കെ? ഉരുളക്കിഴങ്ങുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്. ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഓർത്തിരിക്കുക. ഓക്കെ, ഇനി പറയാനുള്ളത് ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ സസ്യലോകം. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തെ സസ്യ വൈവിധ്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഒരു ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് നമ്മളിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് നോക്കി. അപ്പോൾ ഫോട്ടോസിന്തസിസ് സമയത്ത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ജലത്തിൻ്റെയും സഹായത്തോടു കൂടി ക്ലോറോഫിലിൻ്റെ സഹായത്തോടു കൂടി എന്താണ്? സൂര്യപ്രകാശം വലിച്ചെടുത്ത് ഗ്ലൂക്കോസും ഓട്ടും പുറത്തു വിടുന്നു. എന്നാൽ രാത്രികാലങ്ങളിൽ ശ്വസനം എന്ന് പറയുന്ന പ്രക്രിയയിൽ സസ്യങ്ങളും അതുപോലെ മൃഗങ്ങളും ജന്തുജാലങ്ങളും ഒക്കെ എന്താണ്? ഓക്സിജൻ ഉള്ളിക്കെടുത്ത് CO2 പുറത്തേക്ക് വിടുക. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി പലതരത്തിലുള്ള സാന്തോഫിലിൽ മഞ്ഞ നിറം, അതുപോലെ തന്നെ കരോട്ടിൻ സംഗതി മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറം, അതുപോലെ തന്നെ ആന്തോസയാനിൻ റെഡാണ് കൊടുക്കുക. ആന്തോസയാനിൻ റെഡാണ് കൊടുക്കുക. റെഡ്. ഓക്കെ, ഇനി പലതരത്തിലുള്ള പരാസസ്യങ്ങളുണ്ട്. അർദ്ധപരാതത്തിന് ഉദാഹരണമാണ് എന്ത്? ഇത്തിൽ കണ്ണി. പൂർണ്ണപരാതത്തിന് ഉദാഹരണമാണ് മൂടില്ലാത്താളി. മൂടില്ലാത്താളി എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മുടിലത്താളി. പിന്നെ എന്താ പറയാനുള്ളത്? ശവോപജീവികൾ ഉദാഹരണമാണ് നിയോട്ടിയ, അതിനെ മോണോട്രോപ്പ. ശവോപജീവികളാണ്. പിന്നെന്താണ്? ടെൻഡിൽസ് പ്രധാനങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? കുരുമുളക്, അതുപോലെ തന്നെ പടവലം, പാവലം, മെയിൻ തോന്നി. ഇതൊക്കെ ടെൻഡിൽസ് ഉദാഹരണമാണ്. ആരോഹികൾക്ക് ഉദാഹരണമാണ് എന്ത്? മധുരക്കിഴങ്ങ്, സ്ട്രോബെറി, കൊടുങ്ങലൊക്കെ ആരോഹികൾ. അല്ലെങ്കിൽ ഇഴവള്ളികൾ അല്ലെങ്കിൽ ക്രീപ്പേഴ്സ് ഉദാഹരണമാണ് ഇതൊക്കെ. ആരോഹികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആരോഹികൾ എന്ന് പറഞ്ഞാൽ ടെൻഡിൽസ്. അതിലാണ് ആരോഹികൾക്കാണ് കുരുമുളക്, പടവലം, പാവലം, മെയിൻ തോന്നി ഉദാഹരണം. എന്നാൽ ഇഴവള്ളികൾക്ക് ഉദാഹരണമാണ് മധുരക്കിഴങ്ങ്, സ്ട്രോബെറി, കൊടുങ്ങലൊക്കെ. ഇനി 2 തരത്തിലുള്ള ഫുഡ് സ്റ്റോറേജ് ഉണ്ട് പറഞ്ഞു. എന്തിലൊക്കെ? ഒന്നില്ലെങ്കിൽ റൂട്ടിൽ, അതിന് അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് റൂട്ട് എന്ന് പറയാം. ആ സ്റ്റോറേജ് റൂട്ടിൽ മധുരക്കിഴങ്ങ്, മരച്ചീനി, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ടൊക്കെ റൂട്ടിലാണ് സ്റ്റോർ ചെയ്യുക. എന്നാൽ ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? ചേന, ചേമ്പ്,
ഓക്കെ, ഇഞ്ചി, മഞ്ഞൾ, അതിന് ഉരുളക്കിഴങ്ങ്, അതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി മനസ്സിലായി വിചാരിക്കുന്നു. ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു SCERT ചാപ്റ്ററുമായി കാണാം. താങ്ക്